ഹലോ ആൻഡ് വെൽക്കം ടു പൊതുജനം കഴുതയല്ല സാർ. ഞാൻ ബി ദിലീപ് കുമാർ. ജനകീയ വിഷയങ്ങൾ നിറഞ്ഞ വാർത്താ പരിപാടിയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പിന് ഒരുങ്ങിയിരിക്കുകയാണ് കേരളം. 7 തെക്കൻ ജില്ലകൾ നാളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ ജനഹിതത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയാണ് മുന്നണികൾ. പോളിംഗ് സാമഗ്രികളുടെ വിതരണം കഴിഞ്ഞ് വോട്ടെടുപ്പിന് സജ്ജമാണ് പോളിംഗ് ബൂത്തുകൾ. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആർ ശ്രീജിത്തും കൊച്ചിയിൽ നിന്ന് വിപിൻ സി വിജയനും ചേരുന്നു. ആദ്യം ആർ ശ്രീജിത്തിലേക്ക്. ശ്രീജിത്ത്, നാളെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. എല്ലാ ഒരുക്കങ്ങളും, പോളിംഗ് ബൂത്തുകളിൽ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ടോ ശ്രീജിത്ത്? ദിലീപ്, സംസ്ഥാനത്തെ ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന 7 ജില്ലകളിലാണ് നാളെ പോളിംഗ് നടക്കുന്നത്. രാവിലെ 7 മുതൽ വൈകുന്നേരം 6 മണി വരെ നീണ്ടു നിൽക്കുന്ന വോട്ടെടുപ്പിനായുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി. രാവിലെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടന്നു. ഉച്ചയ്ക്ക് മുമ്പ് തന്നെ എല്ലാ പോളിംഗ് ബൂത്തുകളിലേക്കും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പോളിംഗ് സാമഗ്രികളുമായി എത്തിയിരിക്കുകയാണ്. 7 ജില്ലകളിലായി 595 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് നാളെ വോട്ടെടുപ്പ് നടക്കുന്നത്. 1,32,00,000 പരം വോട്ടർമാരാണ് നാളെ തങ്ങളുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കാൻ പോകുന്നത്. വോട്ടെടുപ്പിനുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായി. മൊത്തം 480 പ്രശ്നബാധിത ബൂത്തുകളാണ് ഈ തെക്കൻ മേഖലയിലുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ തിരുവനന്തപുരത്താണ്. 186 പ്രശ്നബാധിത ബൂത്തുകൾ തിരുവനന്തപുരത്തുണ്ട്. ഈ പ്രശ്നബാധിത ബൂത്തുകളിൽ സാധാരണയുള്ളതിനേക്കാൾ കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട്. ഒപ്പം തന്നെ വെബ്കാസ്റ്റിംഗ് പോലുള്ള ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരു തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളും വോട്ടെടുപ്പിനെ ബാധിക്കാതിരിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയെന്നാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വോട്ടെടുപ്പിനുള്ള സമാധാനമായി നടക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഉറപ്പാക്കിയെന്ന് നമുക്ക് പറയാം. എന്തായാലും വോട്ടെടുപ്പിൻ്റെ നിശബ്ദ പ്രചാരണത്തിലുള്ള ദിവസമായിരുന്നു ഇന്ന്. വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാനാണ് ഇന്ന് സ്ഥാനാർത്ഥികൾ ഏറെ സമയം വിനിയോഗിച്ചത്. തിരുവനന്തപുരത്ത് മന്ത്രി വി ശിവൻകുട്ടിയും അതുപോലെ തന്നെ KPCCയുടെ മുൻ പ്രസിഡന്റായ കെ മുരളീധരൻ അടക്കമുള്ള നേതാക്കന്മാരും അവരവരുടെ മുന്നണികൾക്ക് വേണ്ടിയുള്ള സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വീടുകൾ കയറുന്നത് കാണാമായിരുന്നു. അങ്ങനെ തെരഞ്ഞെടുപ്പ് ആവേശം ഏതാണ്ട് 3 ആഴ്ചക്കാലമായി കൊട്ടിക്കയറിയ തെരഞ്ഞെടുപ്പിൻ്റെ ആവേശം നാളെ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുകയാണ്. രാവിലെ 7 മുതൽ വൈകുന്നേരം 6 വരെയാണ് വോട്ടെടുപ്പ്. ശ്രീജിത്ത്, നാളെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സംസ്ഥാനത്ത് ശ്രദ്ധാകേന്ദ്രമാകുന്നത് തിരുവനന്തപുരം നഗരസഭ കൂടിയാണ്. തിരുവനന്തപുരം നഗരസഭയിലും നാളെ വോട്ടെടുപ്പ് നടക്കുകയാണ്. എങ്ങനെയാണ് അവിടുത്തെ ആ മത്സരം? അവസാന ഘട്ടത്തിൽ എങ്ങനെയായിരുന്നു? ദിലീപ്, ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന 7 ജില്ലകളിൽ മൊത്തം 3 നഗരസഭകളുണ്ട്. തിരുവനന്തപുരത്തും കൊല്ലത്തും എറണാകുളത്തും. എന്നാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നഗരസഭ, വാശിയേറിയ മത്സരം നടക്കുന്ന നഗരസഭ തിരുവനന്തപുരമാണ്. ദിലീപ് സൂചിപ്പിച്ചതുപോലെ ഇവിടെ അത്യന്തം വാശിയേറിയ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. നഗരസഭാ ഭരണം നിലനിർത്താൻ LDF, തിരിച്ചുപിടിക്കാൻ കോൺഗ്രസ്, അവിടെ അട്ടിമറി ജയം നേടാൻ BJP എന്നതാണ് തിരുവനന്തപുരത്തെ മത്സരത്തെ ആവേശകരമാക്കുന്നത്. എല്ലാ മുന്നണികളെയും പ്രചാരണ പ്രവർത്തനങ്ങൾ തിരുവനന്തപുരം നഗരസഭയിൽ നയിക്കുന്നത് മുൻനിര നേതാക്കന്മാരാണ് എന്നതും ശ്രദ്ധേയമായിരുന്നു. 1995 മുതൽ തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം ഏതാണ്ട് ഇടതിൻ്റെ കുത്തകയാണെന്ന് പറയാം. ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന വി ശിവൻകുട്ടിയായിരുന്നു 95 മേയർ. പിന്നീട് ഇങ്ങോട്ട് LDFന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. എല്ലാ 5 കൊല്ലം കൂടുമ്പോഴും LDFൻ്റെ ഭരണമാണ് ഇവിടെ നടന്നത്. 95 മുതലുള്ള ഈ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ മികവിൽ തങ്ങൾക്ക് ഭരണം പിടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് BJP നേതൃത്വം വെച്ചു പുലർത്തുന്നത്. ഇടയ്ക്ക് ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങളൊക്കെ ഉണ്ടായെങ്കിലും BJPക്ക് ഇത്തവണ റിബൽ ശല്യം ഇല്ലായിരുന്നു. എന്നാൽ UDFനും LDFനും തിരുവനന്തപുരം നഗരസഭയിലെ വിവിധ വാർഡുകളിലായി 5 വീതം റിബലുകളുണ്ട്. ഈ റിബലുകൾ പലരും വിജയപ്രതീക്ഷ വെച്ചു പുലർത്തുന്നവരും ആണ്. അതുകൊണ്ട് തന്നെ ആര് ഭരണം പിടിക്കുമെന്ന കാര്യം ഇപ്പോഴും പ്രവചനാതീതമാണ്. അത്രയ്ക്ക് വാശിയേറിയ മത്സരമാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത്. കാരണം 3 മുന്നണികളും ഒരുപോലെ നഗരസഭാ ഭരണം പിടിക്കാൻ മത്സരിക്കുമ്പോൾ ഫലം എന്താണെന്ന കാര്യം വലിയ ആകാംക്ഷപ്പെടുത്തുന്ന ഒന്നായി മാറുകയാണ്. ദിലീപ്, തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത് ആർ ശ്രീജിത്ത്. ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് വിപിൻ സി വിജയൻ കൂടി ചേരുന്നു. വിപിൻ സി വിജയൻ, നാളെ ഈ മധ്യ കേരളത്തിൽ കൂടി തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. എന്ന് വെച്ചാൽ ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം ഈ ജില്ലകളിൽ നാളെ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. എങ്ങനെയാണ് അവസാന ഘട്ടത്തിൽ ആ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗമൊക്കെ നോക്കിക്കണ്ടയാളെന്ന നിലയിൽ വിലയിരുത്തുന്നത്?
ദിലീപ് കുമാർ, നമ്മൾ ഈ പൊതുജനം കഴുതയല്ല സർ എന്നുള്ള പരിപാടിയിൽ തന്നെ നിരവധി സാധാരണക്കാരുടെ പ്രയാസങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പലതരത്തിലുള്ള അവഗണനകൾ, അവർക്ക് വേണ്ടത്ര നീതി കിട്ടിയില്ല എന്നുള്ള സാധാരണക്കാരുടെ പ്രയാസങ്ങളൊക്കെ നമ്മൾ പലതവണ അധികാരികൾ വേണ്ടത്ര ഒന്നും ചെയ്യാത്തതിൻ്റെയൊക്കെ പ്രയാസങ്ങളൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നാളെ ഇതാ വോട്ടെടുപ്പാണ്. അപ്പോൾ വളരെ കൃത്യമായി തന്നെ ഈ ഒരു സമ്മതിദായക അവകാശം ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് ഒരിക്കൽ കൂടി നമ്മൾ വോട്ടർമാരോട് കൂടി പറയുകയാണ്. ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായത് വളരെ സജീവമായിട്ടുള്ള ഒരു പ്രചാരണ കാലം തന്നെയായിരുന്നു ഈ ഒരു മാസം എന്നുള്ളത്. അതിലേറ്റവും എടുത്തു പറയേണ്ടത് കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ച് തന്നെയാണ്. കാരണം കൊച്ചി കോർപ്പറേഷൻ വീണ്ടും തിരിച്ചു പിടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി UDF-ഉം അത് വീണ്ടും അത് നിലനിർത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി LDF-ഉം ഒരുപോലെ തന്നെ പോരാടുന്ന ഒരു ഘട്ടമാണ്. അതിനിടയിലാണ് UDF-ന് വിമതശല്യം തന്നെയാണ് ഈ മധ്യ കേരളത്തിൽ ഏറ്റവും പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. അതായത് ഇപ്പോൾ ഈ കോർപ്പറേഷനെ സംബന്ധിച്ച് മാത്രം ഒരു 5 വാർഡുകളിലെങ്കിലും പ്രബലരായ വിമതർ UDF-ന് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒപ്പം തന്നെ ഇവിടുത്തെ തദ്ദേശപരമായിട്ടുള്ള കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടായിരുന്നു LDF വോട്ട് പിടിച്ചെങ്കിൽ സംസ്ഥാനത്തെ ഈ സ്വർണ്ണക്കള്ള അടക്കമുള്ള പ്രതിസന്ധികൾ അതായിരുന്നു ആരോപണമായി UDF ഉയർത്തിക്കൊണ്ടുവന്നത്. P. രാജീവും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും നേരിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ വിലയിരുത്തി ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള രണ്ടിനെയും ചുക്കാൻ പിടിച്ചത് 2 പ്രധാനപ്പെട്ട നേതാക്കളാണ് എന്നുള്ളതും ഈ കൊച്ചിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമാണ്. നാളെ ഏകദേശം 2234 വാർഡുകളിലായിട്ടാണ് മത്സരം. 7374 സ്ഥാനാർത്ഥികൾ മത്സരിക്കുകയും ചെയ്യുന്നു. കൂടുതൽ വനിതകളാണ്. ജില്ലാ പഞ്ചായത്ത് മധ്യ കേരളത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ അത് UDF-ന്റെ കൈപ്പിടിയിലായിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇവിടെ കൊച്ചിയാണ്. അത് വീണ്ടും നിലനിർത്തുക എന്നുള്ള ഒരു വെല്ലുവിളി അവരെ സംബന്ധിച്ച് ഉണ്ട്. അതുപോലെ തന്നെ കൂടുതൽ വാർഡുകൾ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മത്സരവും കടുക്കുമെന്നുള്ള കാര്യത്തിൽ തെല്ലും സംശയമില്ല. കഴിഞ്ഞ ദിവസത്തെ കലാശക്കൊട്ടൊക്കെ അത്രയും ആവേശത്തോടു കൂടി തന്നെയാണ് ഈ ഒരു മധ്യ കേരളത്തിൽ കണ്ടത്. കോട്ടയത്തേക്ക് വന്നാൽ അത് കേരള കോൺഗ്രസ് തമ്മിലുള്ള ഒരു മത്സരമായി മാറുകയാണ്. ഏറ്റവും പ്രധാനമായ മത്സരം അവിടെ നടക്കുന്നത് പാലയിലാണ്. അവിടെ കഴിഞ്ഞ തവണ LDF സ്വതന്ത്രനായിട്ട് മത്സരിച്ച ബിനു പുളിക്കക്കണ്ടം ഇപ്രാവശ്യം സർവ്വസ്വതന്ത്രനായിട്ട് മത്സരിക്കുന്നു. അപ്പോൾ ആ വോട്ട് ആർക്ക് എന്നുള്ള ഒരു പ്രതിസന്ധി അവിടെ സംബന്ധിച്ച് സജീവമായിട്ടുള്ള ഒരു ചർച്ചയാണ്. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ആലപ്പുഴ എന്ന് പറയുന്നത് LDF-ന്റെ ഒരു കുത്തക സ്ഥലം ആയിട്ടാണ്. ഏറ്റവും കൂടുതൽ കൈപ്പിടിയിൽ ഒതുക്കുന്നത് LDF ആയിരിക്കും ഈ ആലപ്പുഴയിൽ എന്നുള്ളത് സജീവമായി നിൽക്കുന്നു. അത് ഇപ്രാവശ്യം മാറ്റിമറിക്കുക എന്നുള്ള ലക്ഷ്യവുമായി UDF അവിടെ കളം നിറഞ്ഞു തന്നെ ഉണ്ടായിരുന്നു. പല പ്രതിസന്ധികളും UDF-ന് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും ആ പ്രശ്നങ്ങൾ, വിമതശല്യങ്ങൾ, പ്രയാസങ്ങൾ മറികടക്കാൻ ആലപ്പുഴയിൽ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ കോൺഫിഡൻസിൽ തന്നെയാണ് LDF-ഉം ഉള്ളത്. അങ്ങനെ സജീവമായിട്ടുള്ള ഒരു പ്രചാരണ കാലഘട്ടത്തിന് ശേഷം നാളെ ഇപ്പോൾ പോളിംഗ് ബൂത്തിലേക്ക് മധ്യ കേരളം കടക്കുകയാണ്. രാവിലെ 7 മണി മുതൽ തന്നെ വോട്ടെടുപ്പ് ആരംഭിക്കും. അതിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ദിലീപ് കുമാർ. തെക്കൻ കേരളത്തിലെ 7 ജില്ലകൾ നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രം. വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന് R. ശ്രീജിത്തും കൊച്ചിയിൽ നിന്ന് വിപിൻ C. വിജയനും. നിരവധി പ്രതികരണങ്ങൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്നൊക്കെ വരുന്നുണ്ട്. മിനിബാബു പറയുന്നു, ഈ തെരഞ്ഞെടുപ്പിലെങ്കിലും പൊതുജനങ്ങളെ കഴുതകളാക്കുന്നവരെ പൊതുജനം കഴുതയല്ല എന്ന് തെളിയിച്ചു കൊടുക്കണം എല്ലാവരും എന്ന കാര്യം. മാത്യു പറയുന്നു, 3 മുന്നണികളും പറയുന്നു ഞങ്ങൾ ജയിക്കുമെന്ന്, പക്ഷേ ആത്മവിശ്വാസം അവരെ സംരക്ഷിക്കട്ടെ എന്ന്. ദേവൂട്ടി വിജയ് പറയുന്നു, നാളെ വോട്ട് അർഹതയുള്ളവർക്ക് മാത്രം ചെയ്യുക എന്ന്. ഈ നിലയിലുള്ള നിരവധി പ്രതികരണങ്ങളാണ് പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി മറ്റൊരു വാർത്തയിലേക്കാണ്. സംസ്ഥാനത്ത് കാട്ടാന ആക്രമണത്തിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞു. തൃശൂർ വെള്ളിക്കുളങ്ങര ചൈപ്പൻകുഴി സ്വദേശി സുബ്രനാണ് ദാരുണാന്ത്യം സംഭവിച്ചത്. ഈ മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ചൈപ്പൻകുഴി ഫോറസ്റ്റ് സ്റ്റേഷനിൽ നാട്ടുകാർ പ്രതിഷേധിച്ചു. കാട്ടാനാക്രമണത്തിൽ സംസ്ഥാനത്ത് ജീവൻ പൊലിയുന്നത് ഒരു തുടർക്കഥയായി മാറുകയാണ്. സ്വന്തം വീട്ടിൽ നിന്ന് നാട്ടുവഴിയിലൂടെ നടന്നുപോയ സുബ്രൻ എന്ന 70-കാരനെയാണ് കാട്ടാന ചവിട്ടിക്കൊന്നത്. രാവിലെ 6 മണിയോടെ സുബ്രൻ ചായ കുടിക്കാനായി ചൈപ്പൻകുഴി ജംഗ്ഷനിലേക്ക് എത്തിയതും കാട്ടാന പാഞ്ഞെടുത്തു. പീലാർമുഴി കുടിവെള്ള ടാങ്കിന് സമീപം വെച്ച് ആക്രമിച്ചു. ചൈപ്പൻകുഴി ഫോറസ്റ്റ് സ്റ്റേഷന്റെ വാഹനത്തിൽ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചൈപ്പൻകുഴി ഫോറസ്റ്റ് സ്റ്റേഷന്റെ 100 മീറ്റർ മാത്രം അകലെയാണ് ആക്രമണമുണ്ടായത്. തുമ്പിക്കൈയില്ലാത്ത കുട്ടിയാനയ്ക്കൊപ്പം എത്തിയ കാട്ടാനക്കൂട്ടമാണ് ആക്രമിച്ചത്. കുറേ മാസങ്ങളായിട്ട് നിരന്തരമായിട്ട് ആനയുടെ ശല്യമാണ്. ചൈപ്പൻകുഴി ജംഗ്ഷൻ പള്ളി സ്കൂൾ അവിടെ 100 മീറ്റർ അകലെയാണ്. ഇപ്പൊ രാവിലെ ഉണ്ടായിട്ടുള്ള തെക്കൂടൻ സുബർ എന്ന് പറയുന്ന ഒരു 75 വയസ്സുള്ള ഒരു പ്രായമുള്ള ആളെ ആന ചവിട്ടി കൊന്നു. പള്ളിയുടെ അടുത്തുനിന്ന് 100-150 മീറ്റർ, ഫോറസ്റ്റ് ഓഫീസിൽ 100 മീറ്റർ മാത്രം അകലെയുള്ള അടുത്താണ്
നിരന്തരമായിട്ട് ജനവാസ മേഖലയിൽ ആന ഇറങ്ങി കൃഷിയും ഇതുപോലെ ഒരാൾ മരിക്കുന്ന തരത്തിലേക്ക് വരെ ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ട് പോലും ഉത്തരവാദിത്തപ്പെട്ട തരത്തിലൊന്നും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ശ്രദ്ധ അവിടേക്കില്ല. പ്രദേശത്ത് കാട്ടാന ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറയുന്നു. വനം വകുപ്പിന്റെ അനാസ്ഥ ആരോപിച്ച് നാട്ടുകാർ പ്രതിഷേധവുമായി ഫോറസ്റ്റ് സ്റ്റേഷനിലെത്തി. ഓഫീസിന്റെയും വാഹനത്തിന്റെയും ചില്ലുകൾ നാട്ടുകാർ അടിച്ചു തകർത്തു. വിഷയത്തിൽ വനം വകുപ്പ് പ്രതിരോധ നടപടികൾ എടുത്തില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്ന് നാട്ടുകാരുടെ മുന്നറിയിപ്പ്. മനുഷ്യനും വന്യമൃഗവും തമ്മിലുള്ള സംഘർഷം കാടിന്റെ അതിർത്തികൾ മറികടന്ന് വീടിന്റെ കവാടം വരെ എത്തിയിരിക്കുകയാണ്. വിഷയത്തിൽ ശാശ്വതമായ പരിഹാരം വേണമെന്നുള്ളതാണ് ജനങ്ങളുടെ ആവശ്യം. ക്യാമറമാൻ മുഹമ്മദ് അർഷക്കിനൊപ്പം സമീർ ബിൻ കരീം, 24 തൃശൂർ. പൊതുജനം കഴുതയല്ല സാർ. നിരന്തരം വന്യജീവി ആക്രമണമടക്കം നേരിടുന്ന മേഖലയാണ് കുതിരാൻ. ഒറ്റയാനിറങ്ങി ജനവാസ മേഖലയിൽ അക്രമം തീർത്തതോടെ വലിയ പ്രതിഷേധമിരമ്പി. ഒടുവിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ ഒറ്റയാനടക്കമുള്ള ആനകളെ തുരത്താൻ ദൗത്യവും പ്രഖ്യാപിച്ചു. എന്നാൽ പ്രതിഷേധം കെട്ടടങ്ങിയതോടെ ദൗത്യം തന്നെ അവസാനിപ്പിച്ച് മടങ്ങിയിരിക്കുകയാണ് വനം വകുപ്പ്. വീണ്ടും ഒറ്റയാൻ ജനവാസ മേഖലയിലെത്തിയതോടെ കടുത്ത ആശങ്കയിലും ഭയപ്പാടിലുമാണ് തൃശൂരിലെ കുതിരാൻ ജനത. ദുരിതമെന്ന വാക്കിനൊരു നേർക്കാഴ്ചയുണ്ടെങ്കിൽ അതാണിന്ന് കുതിരാൻ. ആനയടക്കമുള്ള വന്യജീവികൾ നിരന്തരം ജനവാസ മേഖലയിലിറങ്ങി പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതോടെ ജീവിക്കാൻ തന്നെ നിർവാഹമില്ലാത്ത നാടായി കുതിരാൻ മാറുകയാണ്. വനം വകുപ്പ് വാച്ചറെ തന്നെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ ഒറ്റയാൻ ആക്രമിച്ചു. തുമ്പിക്കൈക്കും കൊമ്പിനുമിടയിൽ വീണ വാച്ചർ രക്ഷപ്പെട്ടത് അക്ഷരാർത്ഥത്തിൽ തലനാരിഴയ്ക്ക്. പിന്നാലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ ആനയെ തുരത്താനെത്തിയ വനം വകുപ്പ് സംഘത്തിന് നേരെയും ഒറ്റയാന്റെ ആക്രമണമുണ്ടായി. ജീപ്പിൽ നിന്ന് ഇറങ്ങിയോടിയതിനാൽ ആർക്കും പരിക്കേറ്റില്ല. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇടവഴികളെപ്പോലും ഒറ്റയാൻ വിറപ്പിച്ചതോടെ ജനരോഷമിരമ്പി. ആനയെ പിടികൂടാൻ വയനാട്ടിൽ നിന്ന് കുങ്കിയാനകളെ എത്തിച്ചു. വനം മന്ത്രി തന്നെ സ്ഥലം സന്ദർശിച്ച് ഒറ്റയാന മാത്രമല്ല ജനവാസ മേഖലയിൽ ഇറങ്ങിയ മറ്റാനകളെ തുരത്തുമെന്നും അതിനായി പ്രത്യേക ദൗത്യവും പ്രഖ്യാപിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞതോടെ സ്ഥിതി മാറി. ജനശ്രദ്ധ മാറിയതോടെ കുങ്കികളെ തന്നെ തിരികെ വയനാട്ടിലേക്ക് കൊണ്ടുപോയി. ദൗത്യം പാതി വഴിയിൽ ഉപേക്ഷിച്ചു. കുങ്കികൾ തിരികെ പോയ രാത്രി തന്നെ ഒറ്റയാൻ ജനവാസ മേഖലയിൽ ഇറങ്ങി. ഇതോടെ വീണ്ടും ആശങ്കയുടെ നിഴലിലായിരിക്കുകയാണ് കുതിരാൻ. സ്ഥലം സന്ദർശിച്ച് ഉറപ്പുകൾ പ്രഖ്യാപിച്ച വനമന്ത്രിയിൽ വിശ്വാസമർപ്പിച്ച ജനതയാണ് കുതിരാനിലേത്. അവരെയാണ് കണ്ണിൽ പൊടിയിട്ട് ഒരു സർക്കാർ സംവിധാനം ഒന്നാകെ കബളിപ്പിച്ചത്. ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ പ്രഖ്യാപിച്ച ദൗത്യം ജനശ്രദ്ധ മാറിയതോടെ പിൻവലിച്ചത് കൊടും ചതിയെന്ന് നാട്ടുകാർ പറയുന്നു. ഒന്നീ വേലിയിടുവോ അല്ലെങ്കിൽ ഇതിനെ മയക്കും വെടി വെച്ച് കൊണ്ടുപോകുമോ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണ്ടേ? അപ്പോൾ എനിക്ക് അതിനെ കണ്ടു കാണാൻ പറ്റാ. അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ബുദ്ധിമുട്ടുണ്ടായി ഞങ്ങൾക്ക്, അല്ലേ? എത്ര ഞങ്ങൾക്ക് പണ്ടൊന്നും ഇവിടെ ഒരു ആനയോട് ഇവിടെ ഇറങ്ങിയിട്ടില്ല. ഇക്കാണുന്ന കുതിരാൻ തുരങ്കം യാഥാർത്ഥ്യമായതിന് പിന്നാലെയാണ് ജനവാസ മേഖലയിലേക്ക് വന്യജീവികൾ ഇറങ്ങിത്തുടങ്ങിയത്. എന്താണ് കുതിരാനിൽ സംഭവിച്ചത്? അതുകൂടി പരിശോധിക്കാം. കുതിരാൻ മലനിരകളിൽ വന്യജീവികൾ യഥേഷ്ടം വിഹരിക്കുന്നുണ്ടായിരുന്നെങ്കിലും തിരക്കേറിയ കുതിരാനിലെ പഴയ പാത മുറിച്ചു കടക്കാൻ വന്യജീവികൾക്ക് സാധിക്കുമായിരുന്നില്ല. വാഹനങ്ങളുടെ സാന്നിധ്യവും ശബ്ദവും കുതിരാനിലെ പാതയിൽ നിന്ന് തന്നെ വന്യജീവികളെ അകറ്റി നിർത്തി. തുരങ്കം യാഥാർത്ഥ്യമാകുന്നതിന് മുൻപ് ജനവാസ മേഖലയിൽ ഒരിക്കൽ പോലും ആനയുടെ സാന്നിധ്യം ഉണ്ടായിട്ടില്ല. ഇതിലെ കൂടെ വണ്ടി പോയപ്പോൾ ഒരു ആനയും വന്നിട്ടില്ല, ഒരു ഇതും വന്നിട്ടില്ല, ഒരു പുലി ഇറങ്ങിയിട്ടില്ല, ആന ഇറങ്ങിയിട്ടില്ല, ഒരു കുന്തം ഇറങ്ങിയിട്ടില്ല. പക്ഷെ ഇപ്പം വളരെ ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ തുരങ്കം യാഥാർത്ഥ്യമായതോടെ പീച്ചിയിൽ നിന്ന് വാഴാനി വന്യജീവി സങ്കേതത്തിലേക്ക് ആനയടക്കമുള്ള വന്യജീവികൾക്ക് യഥേഷ്ടം സഞ്ചരിക്കാൻ സാധിക്കുന്ന സ്ഥിതിയായി. ഇതോടെ കുതിരാനിൽ മാത്രമല്ല വടക്കാഞ്ചേരിയും ചേലക്കരയും ഉൾപ്പെടുന്ന പ്രദേശങ്ങളും വന്യജീവി ആക്രമണത്തിന്റെ ഭീതിയിലാണ്. തുരങ്കം യാഥാർത്ഥ്യമായതോടെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ ആനകളെക്കുറിച്ച് പഠനം നടത്തി പട്ടിക തയ്യാറാക്കി. തിരികെ അവയെ പീച്ചിയിലേക്ക് കയറ്റിവിട്ട സോളാർ ഫെൻസിംഗ് സ്ഥാപിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുമെന്നതായിരുന്നു പ്രഖ്യാപനം. എന്നാൽ ആ പ്രഖ്യാപനം വെറും പാഴ്വാക്കായിരിക്കുന്ന സ്ഥിതിയാണ് കുതിരാനിൽ. ദൗത്യം അവസാനിപ്പിച്ചതിലൂടെ കുതിരാൻ എന്ന നാടാകെ തന്നെയാണ് ദുരിതത്തിലായിരിക്കുന്നത്. പൊതുജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഇത്തരം ദൗത്യങ്ങൾ പ്രഖ്യാപിക്കരുത് എന്നതാണ് അധികൃതരോട് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം അവരുടെ ജീവനും ജീവിതവുമാണ് ഇവിടെ വന്യജീവികൾ തകർത്തെറിയുന്നത്. ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് ജി, 24.
പൊതുജനം കഴുതയല്ല സാർ. വെൽക്കം ബാക്ക് ടു പൊതുജനം കഴുതയല്ല സാർ. നാടെങ്ങും തെരഞ്ഞെടുപ്പ് ആരവമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും പറയുന്നത് നാട് മനോഹരമാക്കും, മാലിന്യമുക്തമാക്കും എന്നൊക്കെയാണ്. എന്നാൽ നാട് മനോഹരമാക്കാൻ മാലിന്യം നീക്കുന്നവരുടെ ജീവിതം എങ്ങനെയാണ്? പൊതുജനം കഴുതയല്ല സാർ ക്യാമറ തുറക്കുകയാണ് മാലിന്യം മാറ്റി നാട് നന്നാക്കുന്ന തൊഴിലാളികളിലേക്ക്. കോഴിക്കോട് നിന്നും ദീപക് ധർമ്മടത്തിൻ്റെ റിപ്പോർട്ട് കാണാം. തിരഞ്ഞെടുപ്പിന്റെ ആരവങ്ങൾക്കിടയിൽ കഴിഞ്ഞ ദിവസം കോഴിക്കോട് ബീച്ചിൽ നിന്നും ഞങ്ങൾ പകർത്തിയ ദൃശ്യങ്ങളാണിത്. ഒരു സ്വകാര്യ കമ്പനിയുടെ ആഘോഷത്തിന്റെ പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങൾ കോഴിക്കോട് ബീച്ചിലെ മനോഹരമായ മണൽപ്പുറത്തെ മാലിന്യമാക്കിയിരിക്കുകയാണ്. ഇത് നീക്കം ചെയ്യാൻ പാടുപെടുകയാണ് ഈ തൊഴിലാളികൾ. കൂടുതൽ ഈ സർക്കാർ ഭരണത്തിൽ നിന്ന് കൂട്ടി തന്നാണെങ്കിൽ ഞങ്ങൾക്ക് അതൊരു ഉപകാരമാണ്. അത് ഞങ്ങൾ പറയുന്നുണ്ട്. എല്ലാവർക്കും കൂടി ഉണ്ട്, ഞങ്ങൾക്കാണ് കൂട്ടാത്തത്. ഞങ്ങളിതിൻ്റെ ആൾക്കാരോടെല്ലാം പറഞ്ഞിട്ടുണ്ട്, ഇത് കൊടുത്തിട്ടുണ്ട്, മന്ത്രിക്കും ഒരിക്കലും കൊടുത്തിട്ടുണ്ട്. വർഷങ്ങളേറെയായി നഗരത്തെ മനോഹരമാക്കി നിർത്താൻ പുലർച്ചെയെത്തി ചപ്പും ചവറും വാരുന്ന ഇവരുടെ ജീവിതം എങ്ങനെയാണെന്ന് ചോദിക്കാം. ഞങ്ങൾക്ക് ഒരു ആനുകൂല്യവും ഇല്ല സാറേ, ഒന്നുമില്ല ഞങ്ങൾക്ക്. 21 വർഷം കഴിയാറായി. ഡിസംബർ 12 വന്നാൽ 21 വർഷം കംപ്ലീറ്റ് ആയി. ഇനി 22ാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ് സാർ. ഞങ്ങളുടെ 34-35 വയസ്സിൽ ഞങ്ങൾ ഇവിടെ ജോലിക്ക് കയറിയതാണ്. ഇന്ന് 54-55 വയസ്സ് ഞങ്ങൾക്ക് എല്ലാവർക്കും ആയി കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് ഇനി എന്താ പെൻഷൻ്റെ സമയമായി സാറേ. അപ്പം ഞങ്ങൾക്ക് കുറച്ച് കാലം, ഒരു 4-5 വർഷം ഞങ്ങൾക്ക് മിനിമം വേതനം കിട്ടണം. കാലമേറെയായി പണി തുടങ്ങിയിട്ട് മാന്യമായ വേതനമില്ല. അത് സ്വപ്നം കാത്ത് കൈകൊണ്ട് ചപ്പും ചവറും വാരുകയാണിവർ. കഷ്ടപ്പാടേറെയുള്ള ജോലിക്ക് അർഹമായ കൂലിയില്ല. PF-ഉം ESI-യും അങ്ങനെ ഒരാനുകൂല്യവും ഇവർക്കില്ല. സാറ് ഞങ്ങൾ ഒരുപാട് ചാനലുകാരോടും ഒരു മന്ത്രിമാരോടും മറ്റുള്ള സംഘടനകളോടും എല്ലാം ഞങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങൾക്കൊന്നും ഇതുവരെ നടന്നിട്ടില്ല സാറേ. ശ്രീകണ്ഠൻ നായരുടെ നേരെയുള്ള ആ വിശ്വാസം കൊണ്ട് ഞങ്ങൾ പറയുകയാണ് സാറേ, ഞങ്ങളെ ഈ സങ്കടം ഞങ്ങൾ ഏറ്റെടുക്കണം, ഞങ്ങൾക്ക് ശമ്പളം കൂട്ടി തരണം. മുന്നണികളെല്ലാം അവരുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികകളിൽ നാടും നഗരവും മനോഹരമാക്കുമെന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. എന്നാൽ ഈ തൊഴിലാളികളുടെ ജീവിതം മെച്ചപ്പെടുത്തുമെന്ന് ആരും പറയുന്നില്ല എന്നതാണ് ദുഃഖസത്യം. നമ്മുടെ കേരളം മനോഹരമാക്കി നിർത്തുന്നതിൽ ഈ മാലിന്യ നിർമ്മാർജ്ജന തൊഴിലാളികൾക്ക് വലിയ പങ്കുണ്ട്. പക്ഷേ അവരുടെ ജീവിതം അത്രയൊന്നും മനോഹരമല്ല എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന സത്യം. ക്യാമറാമാൻ അബിദ് കല്ലായിക്കൊപ്പം കോഴിക്കോട് ബീച്ചിൽ നിന്നും ദീപക് ധർമ്മടം, 24. പൊതുജനം കഴുതയല്ല സാർ. ഒരു നാടിൻ്റെ മുഖം മിനുസമായിരിക്കുന്നത്, നന്നായിരിക്കുന്നതൊക്കെ ഇത്തരം ശുചീകരണ തൊഴിലാളികൾ ഉള്ളതുകൊണ്ടാണ്. അവരെടുക്കുന്ന ജോലി, അവർ ഉത്തരവാദിത്വത്തോടു കൂടി അവരുടെ കർത്തവ്യം നിറവേറ്റുന്നത്, ഇതൊക്കെ നമ്മൾക്കെല്ലാവർക്കും അനുഭവ സാക്ഷികളുമാണ്. തീർച്ചയായും മുന്തിയ പരിഗണന കൊടുക്കേണ്ടതാണ് ഈ ശുചീകരണ തൊഴിലാളികളുടെ ആവശ്യങ്ങൾക്ക് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പലരും ചൂണ്ടിക്കാട്ടിയതുപോലെ എത്രയോ വർഷങ്ങൾ അവർ ഈ ജോലി ചെയ്യുന്നു. നമുക്കറിയാം, പല സ്ഥാപനങ്ങളിലും പിൻവാതിലിലൂടെ കയറിപ്പറ്റിയവർ, PSC പരീക്ഷാ ക്രമക്കേടുകളിലൂടെ കയറിപ്പറ്റിയവരൊക്കെ പല സ്ഥലങ്ങളിലും ഉണ്ട്. അവരിൽ ചിലരെയൊക്കെ പുറത്തു കൊണ്ടുവരാൻ നിയമ സംവിധാനങ്ങൾക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അല്ലാതെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തനങ്ങളുടെ പേരിലൊക്കെ ഈ ജോലിയിൽ കയറിയവർ അവരിപ്പോഴും നിർബാധം അവരുടെ ശമ്പളം വാങ്ങി അവരുടെ ഈ ജോലി ചെയ്യുമ്പോൾ ഈ ശുചീകരണ തൊഴിലാളികൾ അവരെ അവഗണിച്ചു പോകുന്നത് ഒട്ടും ശരിയായ കാര്യമല്ല. ഇതിൽ സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളുമൊക്കെ വലിയ പരിഗണന ഇവരുടെ കാര്യത്തിൽ കൊടുക്കണമെന്നാണ് പൊതുജനം കഴുതയല്ല സാർ എന്ന ഈ പരിപാടിക്ക് പറയാനുള്ളത്. തിരുവനന്തപുരം നേമത്ത് ദേശീയപാതയിലെ അടിപ്പാത രാത്രികാലങ്ങളിൽ അടച്ചിടേണ്ട അവസ്ഥയാണ്. ജനങ്ങൾക്ക് വേണ്ടി സർക്കാർ പണിത അടിപ്പാത സാമൂഹ്യ വിരുദ്ധരുടെയും മയക്കുമരുന്ന് മാഫിയയുടെയും താവളമായി മാറിയെന്ന് നാട്ടുകാർ പറയുന്നു. സ്കൂൾ കുട്ടികൾക്ക് പോലും സുരക്ഷയില്ല. അടിയന്തര പരിഹാരം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കരമന കളിയിക്കാവിള ദേശീയപാതയുടെ നിർമ്മാണ ഘട്ടത്തിൽ നേമം ജംഗ്ഷനിൽ ഇവിടുത്തെ പൊതുജനങ്ങൾക്കും റോഡിന് ഇരുവശത്തുമുള്ള സ്കൂളുകളിലെ കുട്ടികൾക്കും വേണ്ടി ഒരു അണ്ടർ പാസേജ് നിർമ്മിച്ചു. ഈ കാണുന്നതാണ് ആ അടിപ്പാത.
ഈ സ്കൂളിൽ വരുന്ന കുട്ടികൾക്ക്, അതുപോലെ തന്നെ ഈ നേമം ഗവൺമെൻറ് UP സ്കൂളിൻ്റെ സമീപത്ത് 2 പ്രധാനപ്പെട്ട ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളുകളുണ്ട്. അപ്പോൾ നേമം UP സ്കൂളിൽ വരുന്ന കുട്ടികൾക്കും ആ സ്കൂളിൽ വരുന്ന കുട്ടികൾക്കും അനായാസമായി റോഡിനപ്പുറത്ത് നിന്ന് വരുന്ന കുട്ടികൾക്ക് ഇപ്പുറത്ത് വരാനും, സ്കൂൾ വിട്ടതിന് ശേഷം തിരിച്ച് ആ വശത്തോട്ട് പോകുന്നവർക്ക് അങ്ങനെ പോകാനും വേണ്ടിയുള്ള ഒരു സൗകര്യം ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അണ്ടർ പാസേജ് നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നതിന് വേണ്ടിയാണ് ഈ അടിപ്പാത നിർമ്മിച്ചതെങ്കിൽ ഇപ്പോഴത് ഉപദ്രവമായി മാറിയിരിക്കുന്ന സാഹചര്യമാണ്. റോഡിന് ഇരുവശത്തായുള്ള സ്കൂളുകൾക്കും പൊതുജനങ്ങൾക്കും വേണ്ടി നിർമ്മിച്ച അടിപ്പാത സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിയിരിക്കുകയാണ്. ശല്യം രൂക്ഷമായതോടെ സ്കൂളും റെസിഡൻസ് അസോസിയേഷനും ചേർന്ന CCTVകൾ സ്ഥാപിച്ചു. എന്നാൽ കുട്ടികളുടെ സുരക്ഷയ്ക്കായി സ്ഥാപിച്ച CCTVയും തകർത്തു. സ്കൂൾ സമയത്തിന് ശേഷമാണ് മയക്കുമരുന്ന് മാഫിയയും സാമൂഹ്യ വിരുദ്ധരും അടിപ്പാതയിൽ ഇടം പിടിക്കുന്നത്. വൈകുന്നേരങ്ങളിലും സ്കൂൾ തുടങ്ങുന്നതിന് അതിരാവിലെയും ഒക്കെ തന്നെ സാമൂഹ്യ വിരുദ്ധ ശക്തികൾ, മയക്കുമരുന്ന് മാഫിയകളും ഒക്കെ ഇവിടെ കൂട്ടം കൂടി ഇത് കച്ചവടം ചെയ്യുകയും ഇവർക്ക് പഴയതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വന്നപ്പോൾ ഈ ക്യാമറ നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ പല ഘട്ടത്തിലും ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അത് അടിച്ചു തകർക്കുന്ന സ്ഥലം വരെ എത്തി. രാത്രിയോ പകലോ എന്നില്ലാതെ ഇവിടം സാമൂഹ്യ വിരുദ്ധർ കൈയടക്കും. പൊതുജനങ്ങൾക്ക് വഴിനടക്കാനാകാത്ത അവസ്ഥ. നേമം പോലീസ് സ്റ്റേഷന്റെ മീറ്ററുകൾക്കപ്പുറമാണ് ഈ അണ്ടർ പാസേജ്. നിർമ്മാണം പൂർത്തിയാക്കി ജനങ്ങൾക്ക് സമർപ്പിച്ച അധികാരികളും പോലീസും വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ലെന്നാണ് ആക്ഷേപം. അടിയന്തര പരിഹാരം കണ്ടില്ലെങ്കിൽ പ്രതിഷേധിക്കാനാണ് നാട്ടുകാരുടെയും അധ്യാപകരുടെയും തീരുമാനം. സ്ഥിരമായി ഇവിടെ ആളെ പോലീസിന് കിട്ടുകയുമില്ല. ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം, മേലിത്തരം ആക്രമണം ഉണ്ടാവാതിരിക്കാനുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവണം. സ്കൂളിന് മാത്രമായിട്ട് ഇതിന് ഉള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്താനുള്ള ഫണ്ടൊന്നും അവരുടെ പക്കലില്ല എന്നുള്ളതാണ് നമുക്കൊക്കെ അറിയുന്ന കാര്യം. മയക്കുമരുന്ന് മാഫിയയുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും ശല്യം കാരണം സ്കൂൾ സമയങ്ങളിൽ മാത്രമാണ് നിലവിലിപ്പോൾ അടിപ്പാത തുറക്കുന്നത്. സർക്കാരും പോലീസും ഇടപെട്ട ശാശ്വതമായ പരിഹാരം കാണണമെന്നാണ് സ്കൂൾ അധികൃതരും റെസിഡൻസ് അസോസിയേഷനും ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ മനീഷിനൊപ്പം റിനു ശ്രീധർ, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. തീർച്ചയായും ഈ നിയമത്തെ ജനങ്ങളുടെ ആവശ്യം, ഈ അടിപ്പാത ലഹരിക്കാരുടെ താവളമാകുന്നു എന്നത്, ആ പ്രശ്നം പരിഹരിക്കുന്നതിന് അവിടുത്തെ പോലീസും അതോടൊപ്പം തന്നെ സന്നദ്ധ സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടികൾ, യുവജന സംഘടനകൾ, ഇവർക്കെല്ലാം ഉത്തരവാദിത്വമുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ തന്നെ അവർ ആ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തും എന്ന് പ്രതീക്ഷിക്കാം. പൊതുജനം കഴുതയല്ല സാർ എന്ന ഈ പരിപാടിയിലൂടെ പ്രേക്ഷകർക്കും നിങ്ങൾ നേരിടുന്ന വിഷയങ്ങൾ വാർത്തയാക്കാം. സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് വിശദാംശങ്ങൾ അയയ്ക്കുക. പൊതുജനം കഴുതയല്ല സാർ @gmail.com എന്ന മെയിൽ ഐഡിയിലും നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ, നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ അറിയിക്കാവുന്നതാണ്. ഇതോടെ പൊതുജനം കഴുതയല്ല സാർ എന്ന പരിപാടിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർത്തിയാവുകയാണ്. ഇനി 24ന്റെ സജീവ സംവാദ പരിപാടിയായ എൻകൗണ്ടറുമായി ഹാഷ്മി താജ് ഇബ്രാഹിം.